ഹായ് നമസ്കാരം. കുറച്ച് കാലമായ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് ബ്ലോഗ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാം. ഒരുപാട് കാലമായി ഈ സോഷ്യൽ മീഡിയയിൽ ഫുഡിൻ്റെ പേരിൽ ട്രോൾ നേരിടുന്ന ഒരു ജില്ലയാണ് ട്രിവാൻഡ്രം. ഞാനൊരു ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് പേഴ്സണലി ഈ വക ട്രോളൊക്കെ കാണുമ്പോൾ എനിക്ക് മാനസികമായി വിഷമം തോന്നാറുണ്ട്. ട്രിവാൻഡ്രം ഫുഡൊക്കെ മോശമാണ്, ബിരിയാണിയിൽ മുരിങ്ങയ്ക്കയാണെന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യവും വിഷമവും ഒക്കെ വരാറുണ്ട്. ഇന്ന് നമ്മൾ ഫ്രീക്വൻറ്റ് വൈബർ എന്ന ഈ ചാനലിൽ ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ശരിക്കും ട്രിവാൻഡ്രം ഫുഡ് മോശമാണോ അല്ലയോ എന്ന് നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. എന്നാൽ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ഈ വീഡിയോ തുടങ്ങിയാലോ. ട്രിവാൻഡ്രം ഫുഡിനെ കുറിച്ച് ആരെങ്കിലും മോശം പറയുകയാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രംകാർ സ്ഥിരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രിവാൻഡ്രം സദ്യ വെച്ചിട്ടാണ്. കേരളത്തിലെ 14 ജില്ലകളിലും 14 രീതിയിലാണ് സദ്യ വിളമ്പുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ട്രിവാൻഡ്രം സദ്യയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സദ്യ കഴിക്കാൻ പോവുകയാണ്. ട്രിവാൻഡ്രം സ്റ്റാച്യുവിനടുത്തുള്ള പത്മ കഫേയിലാണ് ഞാൻ സദ്യ കഴിക്കാൻ പോകുന്നത്. ട്രിവാൻഡ്രം സദ്യ കഴിക്കുന്ന ഓർഡർ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ചോറിനൊപ്പം പരിപ്പ്, പപ്പടം, കുറച്ച് നെയ്യ് കൂട്ടി കഴിക്കാം. അതിനുശേഷം സാമ്പാർ, പിന്നെ അടപ്പായസം, പിന്നെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ബോളിയും സേമിയ പായസം, പിന്നെ അതിനുശേഷം ചോറ്, പുളിശ്ശേരി, രസം, പിന്നെ മോരും. ഇത് കഴിച്ച ശേഷം പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ഹെവി ആയിരുന്നു. ബോളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിനടുത്ത് മഹാബോളി എന്നൊരു കടയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാഴ്സലും വാങ്ങാം, നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ സദ്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം, ട്രിവാൻഡ്രത്തിന് ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി മേടിച്ചത് ട്രിവാൻഡ്രം ബേക്കറി ജംഗ്ഷനടുത്തുള്ള അജുവ ഹോട്ടലിൽ നിന്നാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രിവാൻഡ്രത്തെ നമ്പർ 1 ബിരിയാണി ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കാം. ഈ ബിരിയാണി ഞാൻ മൊത്തവും കഴിച്ചു, പക്ഷേ ഇതിൻ്റെ അകത്തൊരു മുരിങ്ങയ്ക്ക് പോലും നമുക്ക് കിട്ടിയില്ല. ഇതാണ് ട്രിവാൻഡ്രത്തിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം, തിരുവനന്തപുരം ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ ബീഫും പൊറോട്ടയും. ഇത് കേരളം മുഴുവൻ എടുത്താലും ടോപ്പ് 5-ൽ വരുന്ന കിടിലം ബീഫാണ്. അത്രയും കിടിലൻ ടേസ്റ്റാണ്. ട്രിവാൻഡ്രത്തിൻ്റെ അടുത്ത മെയിൻ ഐറ്റം നാടൻ ചിക്കൻ പെരട്ടാണ്. ഈ ഐറ്റം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മലയൻകീഴ് ലംബോദരൻ ചേട്ടൻ്റെ തട്ടുകടയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രിവാൻഡ്രത്തേക്ക് ആളുകൾ വന്നിറങ്ങുന്നത് ബസ്സിലോ ട്രെയിനിലോ ആയിരിക്കും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും രണ്ടും ഉള്ളത് തമ്പാനൂരിലാണ്.
ഇവിടെ വരുന്ന മിക്കവാറും ജനങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. കാരണം വിശന്ന് വലഞ്ഞ് യാത്ര ചെയ്തായിരിക്കും അവർ വരുന്നത്. നിർഭാഗ്യവശാൽ തമ്പാനൂർ പരിസരത്ത് ഒരു ഒറ്റ നല്ല ഹോട്ടലുകളില്ല. ഇങ്ങനെ വന്ന് ഇറങ്ങുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള 500 മീറ്ററിന് അകലെയുള്ള ആര്യ നിവാസ് ഹോട്ടലാണ്. പിന്നെ ആര്യ നിവാസ് എന്ന പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ അത് വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന്. അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിനുള്ള ആസിഫി ബിരിയാണിയിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടും. നല്ലൊരു ശതമാനം ആൾക്കാരും മിക്കവാറും ഇന്ത്യൻ കോഫി ഹൗസിലായിരിക്കും പോകുന്നത്. അവിടുത്തെ മസാല ദോശയും കട്ട്ലറ്റും ഫിൽട്ടർ കോഫിയും അടിപൊളിയാണ്. ട്രിവാൻഡ്രത്തെ അടുത്ത മെയിൻ ഐറ്റമാണ് തട്ടുകടകൾ. തട്ടുകടകൾ എല്ലാ ജില്ലകളിലും ഉണ്ടെങ്കിലും ട്രിവാൻഡ്രം തട്ടുകളിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഒരു സെറ്റ് ദോശ, ചമ്മന്തി, രസവട, മുളക് കറി, 2 പപ്പടം, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ ഒരു സിംഗിൾ ഓംപ്ലേറ്റും കൂടെ കിട്ടും. ഇതെല്ലാം കൂടെ കുഴച്ച് കഴിക്കുന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ശൈലി. തിരുവനന്തപുരത്തിൻ്റെ രുചികൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.